നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയ ചെടികളൊക്കെ നട്ട് വീട്ടിനകത്ത് തൂക്കിയിടാൻ കഴിയുന്ന ഒരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇത് പഴയ അരിയൊക്കെ അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഏകദേശം 60 വർഷത്തോളം പഴക്കമുള്ള മുള കൊണ്ടുള്ള ഒരു നാഴിയാണ്. ഇത് പഴയ തറവാട്ട് വീട്ടിൽ ഉപയോഗിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പിസ്ത ഷെൽസാണ്. നമ്മൾ പിസ്ത കഴിഞ്ഞ് ബാക്കി വന്ന കുറച്ച് തോടാണിത്. പിന്നെ കുറച്ച് അക്രിലിക് പെയിൻറ്റും പിന്നെ പിസ്ത ഷെൽസ് ഒട്ടിക്കാനുള്ള ഫെവിക്കോളും വേണം. പിന്നെ പെയിൻറ്റ് ചെയ്യാനുള്ള ബ്രഷ്, പിന്നെ ഇതുപോലുള്ള വൂളൻ നൂലോ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് കട്ടിയുള്ള നൂലും ഉണ്ടായാൽ മതി. ഇതിങ്ങനെ നമ്മൾ ആ നാഴിയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൂല് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചുറ്റി വെച്ച് കഴിഞ്ഞ് പിസ്ത ഷെൽസൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം. ഇത് ഞാനൊരു മരത്തിൻ്റെയൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മരത്തിൻ്റെ അതേ കളർ കൊടുത്തിരിക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. യെല്ലോ, ബ്രൗൺ, ബ്ലാക്ക് ഒക്കെ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനത്തെ കളേഴ്സാണ്. അതുകൊണ്ടാണ് ഈ കളർ കൊടുക്കുന്നത്. ചെറുതായിട്ട് ബ്ലാക്ക് ലൈൻസും ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നൂലാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരേ കളർ തന്നെയാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മണ്ണ് നിറച്ചിട്ടോ വെള്ളം നിറച്ചിട്ടോ ഒക്കെ വെക്കാം. പക്ഷേ ഇത് മരം കൊണ്ട് ഉള്ളതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതിനകത്ത് കടത്തി വെച്ചിട്ടാണ് അതിനകത്ത് ആണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. അപ്പോൾ ഈ ചെടി നടാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ഇങ്ങനെ ആദ്യം ഇതിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യണം. ഇത് ഈ പോട്ടിനേക്കാളും കുറച്ചുകൂടെ ഉയരത്തിലായിരിക്കണം ഇത് കട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഇടയ്ക്കിടെ അത് പുറത്തേക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു കത്തി, ഒരു പഴയ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് നല്ല വൃത്തിയിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മണ്ണോ അല്ലെങ്കിൽ വെള്ളമോ നിറച്ചിട്ട് ഇതിനകത്ത് വെക്കാം. പിന്നെ ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് നൂല് കൊണ്ട് ഒരു ഇത് ഹാങ് ചെയ്യാനുള്ള നൂല് കെട്ടി ഉണ്ടാക്കണം. അപ്പോൾ ഒരു സൈഡിൽ നമ്മളിങ്ങനെ കൊളുത്തി ഇടാനുള്ള രീതിയിൽ കെട്ടി വെക്കുക. പിന്നെ മറ്റേ അറ്റവും അതുപോലെ തന്നെ നന്നായിട്ട് ഉറപ്പിച്ച് കെട്ടി വെക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ആ പോട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ഉറപ്പിച്ച് 1-2 കെട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിൽ കൂടുതലുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടി മാറ്റിയാൽ മതി. അങ്ങനെ ഇത് നന്നായിട്ട് ഉറപ്പിച്ച് കെട്ടിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആ പോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ശക്തിയിൽ വലിച്ച് കെട്ടാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പോട്ട് താഴോട്ടേക്ക് പൊട്ടി താഴെ വീഴാൻ സാധ്യതയുണ്ട്. ഇത് അധികം കട്ടിയില്ലാത്ത പഴയ നൂലായതുകൊണ്ടാണ് 2-3 നൂല് മതി ശരിക്കും. 6 നൂലെടുത്തിട്ട് 2-2ആയിട്ടാണ് കെട്ടി ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് നീളം കൂടുതലുള്ളതുകൊണ്ട് അതിനിടയ്ക്ക് വീണ്ടും 1-2 കെട്ട് കൊടുക്കുകയാണ്. ഇതൊരു ഭംഗിക്ക് വേണ്ടി കൂടി കെട്ടിയതാണ്. ഇതുപോലത്തെ ഒരു ഗോൾഡൻ കളറിൽ ഒരു റിങ് പോലത്തെ സാധനം കിട്ടി. ഇത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല. ഇതിവിടെ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. അപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതവിടെ അമർത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല മുത്തോ അല്ലെങ്കിൽ അത് ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ സ്ഥലത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിനൊക്കെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെടി സെലക്ട് ചെയ്യണം. ഞാനിവിടെ മണി പ്ലാന്റാണ് എടുത്തിരിക്കുന്നത്. കാരണം മണി പ്ലാന്റ് വെള്ളത്തിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് വളരും. അതുപോലെ തന്നെ വീടിനകത്ത് വെച്ചാലും ഇതിന് നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ്. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ മുറിച്ച് വെച്ച ബോട്ടിലിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം നിറയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി പ്ലാന്റ് ഇടണം. ഇത് 2 പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ വെള്ളത്തിൽ വേറൊരു ബോട്ടിൽ വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ വേര് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേരില്ലാത്തതും എടുത്തിട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും. ഇത് നിറഞ്ഞു കാണാൻ വേണ്ടിയിട്ടാണ് 2 ചെടികൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഈ 2 ചെടിയും വെച്ചതിന് ശേഷം ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ആ പീസ് അങ്ങനെ തന്നെ ഈ പോട്ടിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് ഹാങ്ങറിലേക്ക് ഈ നൂല് കൊണ്ട് നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടാക്കിയില്ലേ, അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ചെടി എങ്ങനെയാണോ ഇത് ഭംഗി ഉള്ളത്, അല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ നൂലൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ വലിച്ച് നല്ല രീതിയിൽ അത് നേരെ ആവുന്നത് വരെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ആണിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹൂക്കിലോ എവിടെയെങ്കിലും നിങ്ങൾക്കിത് കൊളുത്തി വെക്കാം. എന്നിട്ട് വീടിനകത്ത് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. പുറത്താവുമ്പോൾ മഴയൊക്കെ നനഞ്ഞ് ഇത് പെയിൻ്റൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഇത്
വെക്കാനും നല്ലത് വീടിനകത്ത് തന്നെയാണ്. ഇത് ചെറിയൊരു പോട്ടായതുകൊണ്ട് വീടിനകത്ത് വെച്ചാലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ വീടിനകത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു അലങ്കാര വസ്തു കൂടിയാണിത്. ഇത് താല്പര്യമുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഇതുപോലുള്ള പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ നാഴി തന്നെ വേണമെന്നില്ല, ഹോർലിക്സിൻ്റെയോ ബൂസ്റ്റിൻ്റെയോ ബോട്ടിലൊക്കെ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് പിന്നെ പെയിൻറ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ വലതുഭാഗത്ത് കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള മറ്റ് വീഡിയോസും കൂടെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് വീട്ടിനകത്ത് തൂക്കി വെച്ചപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ പഴയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്